നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വെള്ളിയാഴ്ച മുതൽ ദേശീയപാതയിൽ ആമ്പല്ലോരും പുതുക്കാടും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. തൃശൂർ പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. അടിപ്പാതയുടെ അനുബന്ധ റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി സർവീസ് റോഡിലേക്ക് നിർമ്മാണ ഭാഗങ്ങൾ വച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ സർവീസ് റോഡിന്റെ വീതി കുറഞ്ഞു. വാഹനങ്ങൾ വളരെ സാവകാശം പോകുന്നതാണ് ബ്ലോക്ക് വർദ്ധിക്കാൻ കാരണം. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ചില സമയങ്ങളിൽ കുറുമാലി പാലം വരെയും നന്ദിക്കര വരെയും വാഹനനിര നീണ്ടിരുന്നു. മിക്കപ്പോഴും സിഗ്നൽ പ്രവർത്തിപ്പിച്ചിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണ്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞൂപ്പാടം റോഡുകളിലുള്ളവർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത സ്ഥിതിയും ഗുരുതരമാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ബസാർ റോഡ്, വടക്കേത്തുറവ്, കേളിത്തോട് തുടങ്ങി ചെറു റോഡുകളിലൂടെ വാഹനങ്ങൾ കടന്നുപോകാൻ ശ്രമിക്കുന്നത് പ്രാദേശിക ഗതാഗതത്തെയും ബാധിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കച്ചവടം നടത്തുന്ന ഈ ഏരിയയിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാണ്, വ്യാപാരികള്. ഞങ്ങൾക്ക് ഈ ബ്ലോക്ക് മൂലം തീരെ കച്ചവടമില്ല, കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്നത്. ഇത് ഈ NHയുടെ അനാസ്ഥ മൂലമാണ് ഇപ്പൊ ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത്. 2 ദിവസമായിട്ട് ഈ എനിക്ക് ഇറക്കി ഒരു പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കോൺക്രീറ്റിന് വേണ്ടിട്ട്. ഇത് രാത്രി തന്നെ ഇവർക്ക് കോൺക്രീറ്റ് ചെയ്ത് അവസാനിപ്പിക്കായിരുന്നു. 2 ദിവസമായിട്ട് ഈ നിർത്തിയിരിക്കുക. ഇതുപോലെ ഞങ്ങൾക്ക് നഷ്ടം. വണ്ടിയാണെങ്കിൽ ഒരു വണ്ടി കടന്നു പോകാനുള്ള ഗ്യാപ്പുള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് NH ഇത് പരിഹരിക്കണം. ഞങ്ങൾ കച്ചവടക്കാരൊക്കെ പൂട്ടി പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്ര മോശമാണ് കച്ചവടം. ഒരു മനുഷ്യന് വരെ കടന്നു വരാൻ ഗ്യാപ്പില്ലാത്ത തരത്തിലാണ് വണ്ടികൾ. ഈ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ അടിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ആണ് ഇപ്പൊ ഇതിന് പ്രധാനമായിട്ട് കാരണം. 2 ദിവസമായി തുടങ്ങിയിട്ടുള്ളത്. റോഡിനെ പരിഹരിക്കണം. ഇവിടെ ഒരു പണി നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മാക്സിമം വെള്ളി ശനി ദിവസങ്ങളിലാണ് ഈ റോഡ് സൈഡിലെ പണികൾ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടികൾ കൂടുതൽ ഉള്ള ദിവസമാണ് ഈ പണികളെല്ലാം നടക്കുന്നത്. അപ്പോൾ മാക്സിമം അത് ഒന്നില്ലെങ്കിൽ നൈറ്റ് ഇങ്ങനത്തെ വർക്കുകൾ നൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലൊക്കെ ഓൾറെഡി റോഡിൽ ബ്ലോക്ക് കുറവാണ്. ആ ടൈമിൽ ചെയ്യണമായിരിക്കും ഇത്രയും ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ പോണവർക്കാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. സാധാരണ വല്ല സർവീസ് പോക്കറ്റ് റോഡുകളെല്ലാം ഇപ്പോൾ നിലവിൽ ബ്ലോക്കാണ്. അതായത് നമ്മളിവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ്. നമ്മുടെ വർക്ക്ഷോപ്പ് മാത്രമല്ല നിരവധി വർക്ക്ഷോപ്പുകളാണ്. നമ്മുടെ അവിടേക്ക് വണ്ടി വരാനോ വണ്ടി പോകാനോ ഇവിടെ സാധിക്കുന്നില്ല. കസ്റ്റമറിന് വരാനോ പോകാനോ സാധിക്കില്ല. ഒരു സാധനം എടുക്കണമെങ്കിൽ തന്നെ ഒരു കടയിലേക്ക് പോയി തിരിച്ചു വരാൻ തന്നെ മണിക്കൂറുകൾ എടുക്കുകയാണ്. ചുറ്റി വളഞ്ഞു വരേണ്ട അവസ്ഥ, കസ്റ്റമറുകൾ വരാതെയുള്ള അവസ്ഥ, ഇതെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഇവിടെ വഴി നടക്കാൻ പോലും, ഇപ്പുറത്തെ വഴിയിൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ വഴി നടക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രാമേശ്വരത്തെന്ന് സൂചന. ഇയാളെ കണ്ടെത്തുന്നതിനായി വിയൂർ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി. ക്യൂബ്രാഞ്ച് പോലീസ് രാമേശ്വരത്ത് അന്വേഷണം നടത്തും. കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടപ്പോഴും ഇയാൾ രാമേശ്വരത്തായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ബാലമുരുകൻ വഴിയാത്രക്കാരന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി ഭാര്യയെ വിളിച്ചതായി പോലീസ് കണ്ടെത്തി. തെങ്കാശിയിലാണ് ബാലമുരുകന്റെ ഭാര്യ താമസിക്കുന്നത്. നിലവിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഭാര്യയെ വിളിക്കാൻ ബാലമുരുകന് ഫോൺ നൽകിയ ആളെ ക്യൂബ്രാഞ്ച് ചോദ്യം ചെയ്തു. അത്യാവശ്യമായി ഭാര്യയെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു ബാലമുരുകൻ വഴിയാത്രികന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9:40 വിയൂർ ജയിൽ പരിസരത്ത് നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ തമിഴ്നാട് പോലീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ ബന്തൽക്കുടി സ്റ്റേഷനിലെ SI നാഗരാജൻ അടക്കം 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതി ചാടിപ്പോയതിൽ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. കുതിരാനിലെ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൗത്യത്തിന് തുടക്കമായി. ഒറ്റയാനെത്തുന്ന ജനവാസ മേഖലകളിൽ കുംകി ആനകളെ ഇറക്കി. വെള്ളിയാഴ്ച പുലർച്ചെ വയനാട്ടിൽ നിന്ന് എത്തിച്ച വിക്രം, ഭരത് എന്നീ 2 ആനകളെയാണ് ദൗത്യസംഘം പഴയ കുതിരാൻ പാതയിലെ പ്രദേശത്തുകൂടി നടത്തി പരിശോധന നടത്തുന്നത്.
അതേസമയം ഒറ്റയാൻ മദപ്പാടിലായതിനാൽ ആനയെ തുരത്തുക എന്ന ദൗത്യത്തിലേക്ക് കടന്നാൽ ഒറ്റയാന്റെ പ്രതികരണത്തെക്കുറിച്ചും വനം വകുപ്പിന് ആശങ്കയുണ്ട്. ഒറ്റയാനെ കണ്ടെത്താനായി വനത്തിനുള്ളിലും കുംകി ഉപയോഗിച്ച് പരിശോധന നടത്തും. പകൽ സമയത്ത് ഒറ്റയാനെ ഉചിതമായ സ്ഥലത്ത് കണ്ടെത്തിയാൽ മാത്രമേ തുരത്താനുള്ള നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കൂ. ഇരിങ്ങാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സേവിയേഴ്സ് CUP സ്കൂൾ, സെയിന്റ് ആന്റണീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന 36ാമത് ഇരിങ്ങാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവമാണ് സമാപിച്ചത്. സമാപന സമ്മേളനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സദാശിവൻ, പുതുക്കാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC സോമസുന്ദരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ, പുതുക്കാട് സെന്റ് സേവിയേഴ്സ് CUP സ്കൂൾ PTA പ്രസിഡന്റ് NK ബിജു, സെന്റ് ആന്റണീസ് LPS MPTA പ്രസിഡന്റ് ജിസ്മി റോജി, സെന്റ് സേവിയേഴ്സ് CUPS മാനേജർ സിസ്റ്റർ ജിത ജെയിംസ്, MPTA പ്രസിഡന്റ് നമിത, ഇരിങ്ങാലക്കുട AEO MS രാജീവ്, സെയിന്റ് ആന്റണീസ് HSS പ്രിൻസിപ്പൽ ടോബി തോമസ്, സെയിന്റ് ആന്റണീസ് LPS പ്രധാനാധ്യാപിക ലൈസി ജോൺ, വികസന സമിതി ട്രഷറർ ആൻഡോ P തട്ടിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V ഇന്ദുജ, സെയിന്റ് ആന്റണീസ് HSS പ്രധാനാധ്യാപകൻ M യൂജിൻ പ്രിൻസ്, സ്വീകരണ കമ്മിറ്റി കൺവീനർ TS സുധീഷ എന്നിവർ പ്രസംഗിച്ചു. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂൾ. LP വിഭാഗത്തിലാണ് വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് LP സ്കൂൾ വിജയം കൈവരിച്ചത്. തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവം വെള്ളിയാഴ്ചയാണ് സമാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പുതുപ്പിള്ളിപ്പറമ്പിൽ ഫ്രാൻസിസ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. കല്ലൂർ ഞെള്ളൂർ വടക്കൂടൻ മോഹനൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ. പുതുക്കാട് അരിമ്പൂര് മുള്ളക്കര ജേക്കബ് ഭാര്യ ആനി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. ജിമ്മി, ജൂലി എന്നിവർ മക്കളും റീന, ജസ്റ്റിൻ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,185 രൂപയും പവന് 89,480 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.